ഇൻഫോ പാർക്കിൽ ജോയിൻ ചെയ്തിട്ട് ഓൾമോസ്റ്റ് 2 ഇയേഴ്സ് കൂടുതലായിട്ടുണ്ട്. പക്ഷേ ഞാൻ ഓഫീസിലല്ലാതെ ഇവിടെ ചുറ്റിനുമൊന്നും അങ്ങനെ അധികം നടന്നിട്ടില്ല. അങ്ങനെ നേരെ പാരഗൺ ലക്ഷ്യമാക്കി നടക്കുവാണ്. എൻട്രി ഈസ് റെസ്ട്രിക്റ്റഡ് ഫോർ അതർ കമ്പനീസ്. പപ്സും ഗ്രേപ്പ് ജ്യൂസും ഞാൻ ഓർഡർ ചെയ്തു. നല്ല രസമുണ്ട്. അവിടെ നമുക്ക് ഒരു പ്ലേ ഗ്രൗണ്ട് കാണുന്നില്ല. എനിക്കത് ലിഫ്റ്റ് ഒരു വേറെ ടൈപ്പാട്ടോ. അതായത് ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനിപ്പോൾ ഉള്ളത് ഇൻഫോ പാർക്കിലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാനിവിടെ വേറെ ഒരു വിസ്മയ എന്ന് പറഞ്ഞിട്ടൊരു ബിൽഡിങ്ങിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ലാപ്ടോപ്പ് അവിടെ ഒരു ഡെല്ലിൻ്റെ സർവീസ് ക്യാമ്പുണ്ട്, നമ്മുടെ ഓഫീസിൻ്റെ തന്നെ ഡെല്ലിൻ്റെ സർവീസ് ക്യാമ്പ് നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എൻ്റെ ലാപ്ടോപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ പോവുകയാണ്. ശരിക്കും ഞാനിവിടെ ഇൻഫോ പാർക്കിൽ ജോയിൻ ചെയ്തിട്ട് ഓൾമോസ്റ്റ് 2 ഇയേഴ്സ് കൂടുതലായിട്ടുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ഓഫീസിലല്ലാതെ ഇവിടെ ചുറ്റിനുമൊന്നും അങ്ങനെ അധികം നടന്നിട്ടില്ല. ഹസ്ബൻഡിൻ്റെ കൂടെ ഇതിനകത്തുള്ള ആര്യാസിൽ പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സിഡ്നി മോണ്ടിസോറി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ റിച്ചുവിനെ ആക്കാൻ വേണ്ടിയിട്ട് അന്വേഷിക്കാൻ വേണ്ടി പോയിരുന്നു. അവിടെ അല്ല ചേർത്തത്, പക്ഷേ അവന് വേണ്ടി പ്രീ സ്കൂൾ അന്വേഷിക്കുന്ന സമയത്ത് ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ ഈ വിസ്മയുടെ ബിൽഡിങ്ങിൽ വരുന്നത് HDFC ബാങ്ക് ഇതിനകത്ത് ഗ്രൗണ്ട് ഫ്ലോറിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെയും വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ വിസ്മയിൽ കയറി ലാപ്ടോപ്പൊക്കെ കൊടുത്തു. അപ്പോൾ 1 അവർ എടുക്കും അവർ കംപ്ലൈൻ്റ് ഒക്കെ നോക്കാനും വേണ്ടി, ലാപ്ടോപ്പൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് 1 അവർ എടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ലാപ്ടോപ്പ് അവിടെ കൊടുത്തിട്ട് ഇറങ്ങി നടക്കുവാണ്. അപ്പോൾ ഇനി 1 അവർ ഇരിക്കണം. അപ്പം എവിടെ പോകണം എന്ന് ഞാനിങ്ങനെ ആലോചിച്ചിങ്ങനെ നടക്കുവാണ്. അപ്പം കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ. അപ്പം കൂടെ വേറെ ഫ്രണ്ട്സൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ പ്രൊജക്ട് മേറ്റ്സ് ഒക്കെ വേറെ സ്റ്റേറ്റിലാണ്, ഞാൻ മാത്രമേ ഇവിടെ പ്രൊജക്റ്റിലുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ എവിടെ പോകണം എന്നും പറഞ്ഞിങ്ങനെ നടന്നപ്പോഴാണ് നമ്മുടെ പാരഗണിൻ്റെ ഒരു ലോഗോ കണ്ടത്. അപ്പോൾ ഇനിയിപ്പം വേറൊന്നും ആലോചിക്കാനില്ല, നേരെ പാരഗണിൽ പോയി എന്തെങ്കിലും കഴിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ പാരഗൺ ലക്ഷ്യമാക്കി നടക്കുവാണ്. അപ്പോഴേ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഈ പാരഗണിനകത്ത് നമുക്ക് കയറാൻ പറ്റുമോ. അപ്പം ഞങ്ങളുടെ ഓഫീസിരിക്കുന്ന ബിൽഡിങ്ങിലല്ലല്ലോ, ഇത് വേറൊരു ബിൽഡിങ്ങിലാണല്ലോ. അപ്പോൾ അതിനകത്ത് നമുക്ക് കയറാൻ പറ്റുമോ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. എന്തായാലും പോയി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഈ ഒരു വേൾഡ് ട്രേഡ് സെൻറ്റർ എന്ന് പറഞ്ഞൊരു ബിൽഡിങ്ങിനകത്താണ് പാരഗണിൻ്റെ ലോഗോ കണ്ടത്. എന്തായാലും പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേൾഡ് ട്രേഡ് സെൻറ്റർ ലക്ഷ്യമാക്കി നടക്കുവാണ്. ശരിക്കും നല്ല വെയിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു പച്ചപ്പും അതിൻ്റെ ആ ഒരു മരങ്ങളും ഭംഗിയൊക്കെ കാണുമ്പോൾ നമുക്ക് അത്രയ്ക്ക് ക്ഷീണം തോന്നത്തില്ല. നമ്മൾ ആദ്യമായിട്ടൊരു സ്ഥലം വരുമ്പം നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കുമല്ലോ ഇങ്ങനെ ഓരോന്നൊക്കെ കണ്ടൊക്കെ പോകാനായിട്ട്. അപ്പോൾ അതിൻ്റെ നേരെ ഫ്രണ്ടിൽ സെക്യൂരിറ്റി ചെക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു എൻട്രി ഈസ് റെസ്ട്രിക്റ്റഡ് ഫോർ അതർ കമ്പനീസ് ആഫ്റ്റർ 6:30 PM എന്ന്. അപ്പോൾ അവിടെ സെക്യൂരിറ്റി ചെക്കിൻ്റെ അവിടെ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം. അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ പാരഗണിൻ്റെ ഉള്ളിലെത്തി. അപ്പോൾ ഇവിടെ ഉച്ചക്കലത്തേക്കുള്ള ഫുഡൊക്കെ സെറ്റാക്കുന്ന ടൈമായിരുന്നു. അപ്പോൾ 1 മണിക്കൂറത്തെ കാര്യമല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ലഞ്ചൊന്നും വേണ്ട, ജസ്റ്റ് ഒരു പപ്സും ഗ്രേപ്പ് ജ്യൂസും ഞാൻ ഓർഡർ ചെയ്തു. അടിപൊളി പപ്സായിരുന്നു, നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി പപ്സായിരുന്നു. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളിവിടെ ബില്ലിംഗ് സെക്ഷനിൽ നമുക്ക് വേണ്ട ഐറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരൊരു കൂപ്പൺ തരും. ആ കൂപ്പണും കൊണ്ട് ഇപ്പം പപ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടും. അതല്ല ജ്യൂസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ ജ്യൂസ് കിട്ടും. അങ്ങനെ അപ്പം നമ്മൾ ഓൾറെഡി ഒരു പപ്സ് കഴിച്ചു, പിന്നെയും 1 മണിക്കൂർ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ഇരിക്കണമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു ഇളനീർ പുഡിങ്ങും കൂടെ കഴിക്കാമെന്ന്. അങ്ങനെ ഞാൻ വീണ്ടും അത് പോയി ഓർഡർ ചെയ്തിട്ട് അത് കഴിക്കുകയാണ്. അത് നല്ല ടേസ്റ്റായിരുന്നു. 40 രൂപയായിരുന്നു. കുറച്ചേ ഉണ്ടായിരുന്നെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ പ്ലേറ്റ് വെക്കാനൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ട്, അവിടെ കൊണ്ട് വെക്കണം. അപ്പം നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പ്ലേറ്റ് അവിടെ കൊണ്ട് വെച്ചു. അപ്പോൾ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ ഓഫീസിൻ്റെ ബിൽഡിങ്ങൊക്കെ കാണാം കേട്ടോ. അതാണ്ട് USTയുടെ ഒക്കെ ബിൽഡിങ്ങൊക്കെ കാണുന്നുണ്ട് ഇവിടുന്ന്. UST മാത്രമല്ല കുറേ കമ്പനീസിൻ്റെ കാണാൻ പറ്റുമായിരുന്നു ഇവിടെ നിന്നാൽ. അതുപോലെ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു ഇവിടെ നിന്നൊരു വ്യൂ കാണാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കൈ കഴുകാൻ വേണ്ടി പോയി വാഷ്റൂമിൽ പോയി കൈയൊക്കെ കഴുകി ഫ്രഷായിട്ട് ഇനിയിപ്പം നേരെ പതുക്കെ തിരിച്ച് വിസ്മയിലോട്ട് പോകണം. അവിടെ ഒരു കോർണറിലൊരു ഓട്ടോമാറ്റിക് വെൻഡിങ് മെഷീനും ഉണ്ടായിരുന്നു കേട്ടോ, ജ്യൂസും അങ്ങനെ എന്തൊക്കെയോ വെച്ചിട്ട്. ഇപ്പോൾ വയറ്റിൽ സ്ഥലമില്ലാഞ്ഞുകൊണ്ട് ഞാൻ നേരെ തിരിച്ചു പോവുകയാണ്. ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് സെൽഫി അധികം ഇഷ്ടമല്ല. എനിക്ക് കുറച്ചുകൂടെ ആരെങ്കിലും എടുത്തിരുന്ന ഫോട്ടോസാണ് കുറച്ചുകൂടെ ഒരു ഭംഗി തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ അധികം ഫോട്ടോ ഒന്നും എടുത്തില്ല. നല്ല രസമുണ്ട്. അവിടെ നമുക്ക് ഒരു പ്ലേ ഗ്രൗണ്ട് കാണുന്നില്ല, എനിക്ക് തോന്നുന്നു അതാണെന്ന് തോന്നുന്നു സിഡ്നി മോണ്ടിസോറി. ഞാൻ നേരത്തെ റിച്ചുവിന് വേണ്ടി KG വേണ്ടിയിട്ട് നോക്കാൻ പോയെന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് പോയതാണ്. ഇവിടുന്ന് അങ്ങനെ കുറേ വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഇവിടെയൊക്കെ ഇങ്ങനെ നിന്നിട്ട് തിരിച്ച് ഞാൻ പോവുകയാണ്. ഇവിടുത്തെ ലിഫ്റ്റ് ഒരു വേറെ ടൈപ്പാട്ടോ. അതായത് സാധാരണ ഞാൻ ഇങ്ങനത്തെ പുറത്ത് ഇങ്ങനെ പ്രസ് ചെയ്യുന്ന കണ്ടിട്ടില്ല. നമ്മളകത്ത് കയറിയിട്ട് ഫ്ലോർ പ്രസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടുന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് ഇതിനകത്ത് ഡൗട്ട് ഉണ്ടായിരുന്നു, കാരണം ഇതിനകത്ത് എവിടെയാണ് വരുന്നതെന്നൊന്നും കണ്ടില്ല. ഞാനത് പെട്ടെന്ന് ശ്രദ്ധിക്കാഞ്ഞാന്നൊന്നും അറിയത്തില്ല.
അങ്ങനെ അവിടുന്ന് നേരെ താഴോട്ട് തിരിച്ച് പോവാണ്. ഇവിടെ തന്നെ കുറേ കമ്പനീസ് ഉണ്ട് കേട്ടോ. അപ്പം ഇവിടെ നമ്മൾ കാർഡ് വെച്ച് സ്വൈപ്പ് ചെയ്താലേ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ സെക്യൂരിറ്റി ചേച്ചി അത് സ്വൈപ്പൊക്കെ ചെയ്ത് ഞാനിങ്ങനെ പുറത്തിറങ്ങി. അപ്പോൾ ഇത് ആ ഒരു കയറുന്ന എൻട്രൻസിൻ്റെ അവിടുത്തുള്ളൊരു വ്യൂ കേട്ടോ. നല്ല അടിപൊളിയല്ലേ? ഇതിൻ്റെ എൻട്രൻസും അതുപോലെ അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ഏതോ ഒരു ഹോട്ടലിലൊക്കെ വന്നേക്കുന്ന ആ ഒരു ഫീലാണ്. കുറേ ചെടികളും ഫൗണ്ടനൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നിന്ന് കുറച്ച് സ്ഥലത്തൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാമായിരുന്നു. അത്രയ്ക്ക് നല്ല അടിപൊളിയാണ്. അല്ലെങ്കിലും എനിക്ക് ഈ ചെടിയും പച്ചപ്പും ഒക്കെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമല്ലേ കാണാനായിട്ട്. എനിക്കിതിൻ്റെ എൻട്രൻസ് കണ്ടപ്പോൾ പെട്ടെന്ന് നമ്മുടെ മാരിയോട്ടോ ഗ്രാൻഡ് ഹയത്ത് അതിൻ്റെയൊക്കെ ഫ്രണ്ട് പോലെയാണ് തോന്നിയത്. അതുപോലെ ആ ഒരു കളറും എല്ലാം തീമും എല്ലാം കൂടെ കണ്ടപ്പം എനിക്ക് ഒരു ഹോട്ടൽ ആംബിയൻസ് പോലെയാണ് തോന്നിയത്. നമ്മൾ ഒരു പുതിയ സ്ഥലത്ത് വരുന്നതുകൊണ്ടായിരിക്കും നമ്മളിതെല്ലാം ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ എൻ്റെ ഓഫീസിൽ പോകുന്ന സമയത്ത് അവിടെ ഇതുപോലത്തെ കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും നമ്മളങ്ങനെ അധികം നോട്ടീസ് ചെയ്തില്ല. ഫസ്റ്റ് ടൈം പോയപ്പം ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്തായിരുന്നു. പിന്നെ അങ്ങനെ നേരെ പോകുന്നു, നേരെ ഫ്ലോറിൽ പോകുന്നു, വർക്ക് ചെയ്യുന്നു, തിരിച്ചു വരുന്നു, അങ്ങനത്തെ ഒരു ഫീലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമായിട്ട് വന്നുകൊണ്ടായിരിക്കും ഇത്രയൊരു എല്ലാം കാണാനും നല്ല രസമായിട്ടൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ലാപ്ടോപ്പൊക്കെ ഞാൻ വാങ്ങിച്ചു. ഇനിയിപ്പോൾ ഞാൻ നേരെ തിരിച്ചു പോവുകയാണ്. ഇവിടെ ലുലു സൈബർ ടവർ അങ്ങനെ എന്തോ ഒരു ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ അവിടെയും നമുക്ക് കയറാം. അവിടെയും എന്തോ ഫുഡ് കഴിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ ഒരു ദിവസം ഇനി അവിടെ ഒന്ന് കയറണം. ശരിക്കും ഒരു ഫ്രണ്ട്സ് ഗ്യാങ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ നമ്മൾ എപ്പോഴേ എക്സ്പ്ലോർ ചെയ്ത് പോയേനെ. ഇപ്പം നമ്മൾ ആ ഒരു ഫ്രണ്ട്സ് ഗ്യാങ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഡിലേ ആയത്. നേരെ വരുന്നു, വർക്ക് ചെയ്യുന്നു. പിന്നെ ഞാൻ 2 വർഷമായി ഇൻഫോ പാർക്കിൽ ജോയിൻ ചെയ്തിരുന്ന് പറഞ്ഞിട്ടും ആദ്യത്തെ കുറേ നാൾ വർക്ക് ഫ്രം ഹോം ആയിരുന്നു കേട്ടോ. ഇപ്പം കുറച്ച് നാളേ ആയതുള്ളൂ വർക്ക് ഫ്രം ഓഫീസായിട്ട്. എന്നാലും ശരിക്കും ഇവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. സെയിം പ്രൊജക്റ്റിൽ തന്നെ നമ്മുടെ വൈബുള്ള ഒരാളെയും കൂടെ കിട്ടിക്കഴിഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഇവിടെയൊക്കെ എപ്പോഴേ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞേനെ. അപ്പോൾ സാരമില്ല. ഇനിയിപ്പോൾ അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ.